ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മാത്ത് പ്രോഡിജി. അപ്പോൾ IOQM എല്ലാം കഴിഞ്ഞു. എല്ലാവർക്കും നല്ല മാർക്കൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. നല്ല മാർക്ക് ഉണ്ടാവും, അതുകൊണ്ടാണ് നമ്മൾ RMO പ്രിപ്പറേഷന് വന്നിട്ടുള്ളത്. സോ കൺഗ്രാറ്റുലേഷൻസ് ടു എവ്രി വൺ ഫോർ സെക്യൂറിങ് ഗുഡ് മാർക്സ് ഇൻ IOQM. അപ്പോൾ വി ഹാവ് സ്റ്റാർട്ടഡ് RMO പ്രിപ്പറേഷൻസ്. നമുക്ക് 3 മൊഡ്യൂളിലുമായിട്ട് വി ഹാവ് സ്റ്റാർട്ടഡ് ഡിസ്കസിങ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. So I will be discussing module number theory and combinatorics. അപ്പോൾ അതിൽ നമുക്ക് ഓരോ പ്രോബ്ലംസ് ആയിട്ട് ഇങ്ങനെ പ്രീവിയസ് RMO INMO പ്രോബ്ലംസ് നമുക്ക് ചെയ്ത് പോവാം. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 1990 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ഫ്രം നമ്പർ തിയറി. ഫൈൻഡ് ദ റിമൈൻഡർ വെൻ 2 raised to 1990 is divided by 1990. 1990 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ എല്ലായിടത്തും കാണാം 1990. അപ്പോൾ 1990 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. 2 raised to 1990നെ 1990 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള റിമൈൻഡർ എന്താണ്? അപ്പൊ നമ്മൾ ഈ റിമൈൻഡർ ക്വസ്റ്റ്യൻസ്, നമ്പർ തിയറിയിലെ റിമൈൻഡർ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യേണ്ടി വരാം. കോൺഗ്രുവൻസ്, മോഡുലാർ കോൺഗ്രുവൻസ്, പിന്നെ കുറെ തിയറംസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബൈനോമിയൽ തിയറം, ഇതൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടി വരുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൽ തന്ന നമ്പേഴ്സിനെ നമ്മളൊന്ന് അനലൈസ് ചെയ്യണം. ഇന്ന് നമ്പേഴ്സ് ആകെ 2 നമ്പേഴ്സ് ആണുള്ളത്, 2 and 1990. വി ഹാവ് 2 and 1990. ഈ 2 നമ്പേഴ്സ് ആണ് നമുക്കുള്ളത്. ഈ 2 നമ്പേഴ്സിനെ ശരിക്കും അനലൈസ് ചെയ്യണം. ഇതിൽ 2 ഒരു പ്രൈം നമ്പർ ആണ്. ആൻഡ് 1990 റിമൈൻസ് us about 199. എന്താണ് 199ന്റെ പ്രത്യേകത? 199 is a പ്രൈം നമ്പർ. ഇതൊരു പ്രൈം നമ്പർ ആണ്. ആൻഡ് 2 ഒരു പ്രൈം നമ്പർ ആണ്. ആൻഡ് വിത്ത് റെസ്പെക്ട് ടു 99 ഇറ്റ് ഈസ് റിലേറ്റീവ്ലി പ്രൈം. 2ഉം 99ഉം ആർ റിലേറ്റീവ്ലി പ്രൈം. ദെയർ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഇസ് 1. അപ്പൊ അങ്ങനെ 2 റിലേറ്റീവ്ലി പ്രൈം നമ്പേഴ്സ് ഉണ്ട്. വി ഹാവ് എ പ്രൈം നമ്പർ 199 ആസ് വെൽ, വിച്ച് റിമൈൻസ് us about ഫെർമാസിഡിൽ തിയറം. അപ്പൊ അത് കാണുമ്പോൾ 2 കാണുന്നു, 199 കാണുന്നു, 2 raised to 1990 ഒക്കെ കാണുമ്പോൾ ഇറ്റ് റിമൈൻസ് us about ഫെർമാസിഡിൽ തിയറം. എന്താണ് ഫെർമാസിഡിൽ തിയറം? ഇഫ് P is a prime number and n is relatively prime to P, അങ്ങനെയാണെങ്കിൽ എന്താണ്? n raised to P minus 1 congruent to 1 mod P. n raised to P minus 1 congruent to 1 mod P ആണ് ബൈ ഫെർമാസിഡിൽ തിയറം. n raised to P minus 1 congruent to 1 mod P. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും എഴുതാം, n raised to P congruent to n mod P. സോ നമുക്കിവിടെ P ഒരു പ്രൈം നമ്പർ ഉണ്ട്, n and P. We have P is equal to 199 and n is equal to 2. ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ വി ക്യാൻ അപ്ലൈ ഫെർമാസിഡിൽ തിയറം ആൻഡ് വി വിൽ ഗെറ്റ്, എന്താണ് കിട്ടുക? 2 raised to 199 congruent to 2 mod 199. ഇങ്ങനെ കിട്ടും. congruent to 2 mod 199, which means 2 raised to 199 minus 2 congruent to 0 mod 199. Remainder 0 ആയിരിക്കും when divided by 199, which means 199 divides 2 raised to 199 minus 2. ഇതിനർത്ഥം divides 199 2 raised to 199 minus 2നെ ഡിവൈഡ് ചെയ്യും. So we can write 2 raised to 199 minus 2 is equal to 199k. പക്ഷെ നമുക്ക് വേണ്ടത് അതല്ല. നമുക്ക് 2 raised to 1990 മോഡ് 1990 ആണ് വേണ്ടത്. 2 raised to 1990നെ 1990 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ആണ് നമുക്ക് വേണ്ടത്. നമുക്ക് പവർ ഇതല്ല വേണ്ടത്, ഒരു ഇൻറ്റു 10ഉം കൂടി വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ 2നെ അപ്പുറത്തേക്ക് മാറ്റുന്നു. അപ്പൊ 2 plus 199k ആയി. ഇതിനെ ഇനി raised to 10 എടുക്കണം. We raise this to power 10. ഇതിനെ raised to 10 ചെയ്യുന്നു. 199 raised to 10. 2 plus 199k raised to 10. രണ്ടിനെയും raised to 10 ചെയ്യുന്നു. അപ്പൊ നമുക്ക് LHSൽ നമുക്ക് വേണ്ട 2 raised to 1990 ആയി. അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ ബൈനോമിയൽ. ഇതൊരു ബൈനോമിയൽ ആണ്. അപ്പൊ അതിനെ നമുക്ക് ബൈനോമിയൽ തിയറം വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യണം.
റേസ് ടു 10 ആണ്. സോ ദർ വിൽ ബി 11 ടേംസ്. അങ്ങനെ ആ ടേംസ് എഴുതുമ്പോൾ എവറി ടേം എക്സെപ്റ്റ് ദ ലാസ്റ്റ് ടേം. ലാസ്റ്റ് ടേം എന്തായിരിക്കും? ലാസ്റ്റ് ടേം അല്ല, ഫസ്റ്റ് ടേം. ഇങ്ങനെയാണ് എഴുതിയതെങ്കിൽ ഫസ്റ്റ് ടേം എന്തായിരിക്കും? 2 raised to 10. അത് കഴിഞ്ഞിട്ട് എല്ലാ ടേമിലും 199. അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ ടേമും കണ്ടെയ്ൻസ് 199. അത് കഴിഞ്ഞ് 10 ടേം ഉണ്ടാവും. 199k എല്ലാ ടേമിലും വരും. സോ എവറി ടേം ആഫ്റ്റർ ദ ഫസ്റ്റ് ടേം വിൽ കണ്ടെയ്ൻ 199. അപ്പൊ നമുക്ക് ആ ടേംസിനെ എല്ലാം കൂടിയും കളക്റ്റീവ്ലി നമുക്ക് എങ്ങനെ എഴുതാം? 199m എന്ന് എഴുതാം. 199ന്റെ ഒരു മൾട്ടിപ്പിൾ എന്ന രീതിയിൽ എഴുതാം. അപ്പോ 2 raised to 1990 minus 2 raised to 10 is equal to 199m, which means 2 raised to 1990 minus 2 raised to 10 എന്താണ്? 199ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. സോ 199 divides 2 raised to 1990 minus 2 raised to 10. 199 2 raised to 1990 minus 2 raised to 10നെ ഡിവൈഡ് ചെയ്യുന്നു. ഇതൊരു ഇൻഫർമേഷൻ ആണ്. പക്ഷെ നമുക്ക് 199, അതായത് 2 raised to 1990 minus 2 raised to 10 199നെ ഡിവൈഡ് ചെയ്യും. പക്ഷെ നമുക്ക് ഇതൊന്നും അല്ല വേണ്ടത്. നമുക്ക് 2 raised to 1990 mod 1990 ആണ്. 1990യെ ഡിവൈഡ് ചെയ്യണം. അതും എന്ത്? 2 raised to 1990യെ ഡിവൈഡ് ചെയ്യണം. അതും എന്ത്? 1990 ഡിവൈഡ് ചെയ്യണം. ഇപ്പോഴും നമുക്ക് 199 ആയിട്ടുള്ളൂ. ഇനി എന്തും കൂടി വേണം? ഒരു 10ഉം കൂടി വേണം. സോ വി ആർ ചെക്കിംഗ് ഫോർ 10. ഇനി 10നെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. ഈ നമ്പർ 10 കൊണ്ട് ഡിവിസിബിൾ ആവുമോ? ഇസ് ഇറ്റ് ഡിവിസിബിൾ ബൈ 10? അത് 10 കൊണ്ട് ഡിവിസിബിൾ ആവുമോ എന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് മനസ്സിലേക്ക് വരുന്ന ഒരു പ്രോപ്പർട്ടി, കോൺഗ്രുവൻസ് ഓഫ് ഇന്റിജേഴ്സിന്റെ മോഡുലാർ കോൺഗ്രുവൻസിന്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. 2ന്റെ പവർ mod 10. 2ന്റെ പവറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള റിമൈൻഡർ എന്താണ്? 2 raised to 1 mod 10? 2 raised to 1 കോൺഗ്രുവന്റ് ടു 2 mod 10. ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ആണ് റിമൈൻഡർ. 2 raised to 2 4 ആണ് mod 10. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 ആണ് റിമൈൻഡർ. 2 raised to 3 8. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8 ആണ് റിമൈൻഡർ. 2 raised to 4 16. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 ആണ് റിമൈൻഡർ. 2 raised to 5 32. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ആണ് റിമൈൻഡർ. 2 raised to 6 64. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 ആണ് റിമൈൻഡർ. ഈ റിമൈൻഡേഴ്സ് ഇനി റിപ്പീറ്റ് ചെയ്ത് വരാണ്. അത് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് വരാണ്. സോ 2 raised to n mod 10ന്റെ റിമൈൻഡേഴ്സ് 2 raised to n mod 10 അത് ഒരു സൈക്കിൾ ഫോളോ ചെയ്യുന്നു. ഇറ്റ് ഫോളോസ് എ സൈക്കിൾ ഓഫ് സൈക്ലിസിറ്റി 4 ഓഫ് പീരിയഡ് 4. അത് ഒരു പീരിയഡ് 4ന്റെ ഒരു സൈക്കിൾ ഫോളോ ചെയ്യുന്നു. അപ്പൊ നമുക്ക് 2 raised to n mod 10ന്റെ റിമൈൻഡർ 2 raised to n mod 10 എന്താണെന്ന് നോക്കാൻ എന്ത് ചെയ്താൽ മതി? ആ raised to n-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് റിമൈൻഡർ വരും നോക്കിയാൽ മതി. അക്കോർഡിംഗ്ലി വി ഹാവ് ഇഫ് ദ റിമൈൻഡർ ഇസ് 1, ഇഫ് ദ റിമൈൻഡർ ഓഫ് ദ പവർ വിത്ത് 4 is 1, അങ്ങനെയാണെങ്കിൽ mod 10 റിമൈൻഡർ 10 ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ വിൽ ബി 2. റിമൈൻഡർ വെൻ ഡിവൈഡഡ് ബൈ 4 is 2, അപ്പോൾ 4. 3 ആണെങ്കിൽ 8, 4 ആണെങ്കിൽ 6. അപ്പോ 2 raised to 10ന്റെ കേസ് നോക്കാം. 2 raised to 10നെ എങ്ങനെ എഴുതാം? 2 raised to 2 into 4 plus 2. അപ്പൊ 4 ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ആണ് റിമൈൻഡർ. കോൺഗ്രുവന്റ് ടു 2 raised to 2 mod 4. കോൺഗ്രുവന്റ് ടു 2 raised to 2 mod 10. അത് എത്രയാണ്? 4. അപ്പൊ 2 raised to 10 കോൺഗ്രുവന്റ് ടു 4 mod 10. 2 raised to 2 കോൺഗ്രുവന്റ് ടു 4 mod 10. അപ്പൊ 2 raised to 10 minus 4. 2 raised to 10 ഇങ്ങനെ ഇത് മതി. ഇതേപോലെ നമുക്ക് 2 raised to 1990നെ നോക്കണം. 1990നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 497. 4 into 497 plus 2 ആണ് കിട്ടുക. സോ ഈ റിമൈൻഡർ 2 ആണ് കോൺഗ്രുവന്റ് ടു 2 raised to 2 mod 10. അപ്പൊ നമുക്ക് എഴുതാം 2 raised to 1990 കോൺഗ്രുവന്റ് ടു 4 mod 10. അതും കിട്ടി. ഇനി ഇത് രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്താലോ? ഇത് രണ്ടും കൂടിയും സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് കിട്ടും 2 raised to 1990 minus 2 raised to 10 കോൺഗ്രുവന്റ് ടു 0 mod 10. 2 raised to 1990 minus 2 raised to 10 4 minus 4 0 ഇങ്ങനെ കിട്ടും. അതായത് 2 raised to 1990 minus 2 raised to 10നെ
10 ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആണ്. വിച്ച് മീൻസ് 2⁻90 മൈനസ് 2⁻10 എന്ത് ഡിവൈഡ് ചെയ്യും? 10 ഡിവൈഡ്സ് 10 എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. 10 റിമൈൻഡർ 0 ആണ്. സോ 10 ക്യാൻ ഡിവൈഡ് 2⁻90 മൈനസ് 2⁻10. ഇതാണ് സെക്കൻഡ് ഇൻഫർമേഷൻ. നമുക്ക് ആദ്യം ഇവിടെ കിട്ടി ഫ്രം ഫസ്റ്റ് ഇക്വേഷൻ, ഫസ്റ്റ് ഇൻഫർമേഷൻ 199 2⁻90 മൈനസ് 2⁻10 ഡിവൈഡ് ചെയ്യുന്നു. ഇപ്പോ 10 ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ കമ്പൈനിങ് 1 and 2 we have 90 divides 2⁻90 മൈനസ് 2⁻10. 90 ഈ നമ്പറിനെ ഡിവൈഡ് ചെയ്യും. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം 2⁻90 മൈനസ് 2⁻10 is equal to 90k എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ 2⁻90 is equal to 2⁻10 plus 90k. 2⁻10 plus 90k. അപ്പോ നോക്കുമ്പോൾ തന്നെ മനസ്സിലായില്ലേ എന്താണ് 2⁻90 90 ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ? 2⁻90 is a multiple of 90 plus 2⁻10 plus 2⁻10. 2⁻10 എത്രയാണ്? 1024. and it is a number less than 90. 90 ചെറുതായ ഒരു നമ്പർ ആണ്. സോ ദാറ്റ് ഈസ് ദ റിമൈൻഡർ. അപ്പൊ ഇതാണ് റിമൈൻഡർ 1024 ആണ് റിമൈൻഡർ. അപ്പൊ നമ്മൾ ഇതിൽ ഫെർമാസിറ്റി തിയറം ഉപയോഗിച്ചു, ബൈനോമിയൽ തിയറം ഉപയോഗിച്ചു, മോഡുലാർ കോൺഗ്രുവൻസിന്റെ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചിട്ട് നമ്പർ തിയറിയിലെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. താങ്ക് യു.